എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാ. നമുക്കിന്നൊരു വെജും നോൺ വെജും സമോസ, അതും നമ്മൾ യൂഷ്വലി ഉണ്ടാക്കുന്ന ആ ഒരു ഷേപ്പിലല്ലാണ്ട് വേറൊരു ഷേപ്പിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ അതിനായിട്ട് എന്തെല്ലാം വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇതാ ഞാനൊരു 1/2 കിലോ മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. മൈദക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി എടുക്കാം കേട്ടോ. മൈദയിലേക്ക് 1 ടീസ്പൂൺ അജ്വൈൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ലോണം കൈയിനടിയിലിട്ടിട്ട് തിരുമ്മി അങ്ങ് ചേർത്ത് കൊടുക്കാം. അത് വളരെ നല്ലതാണ് ശരീരത്തിനും, ഗ്യാസൊന്നും കുടുങ്ങൂല. പിന്നെ നമുക്ക് ഉപ്പ് ആവശ്യത്തിന് വെള്ളത്തിലിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അത് വെള്ളം നോക്കി എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഒഴിച്ചിട്ട് ഒരു കോല് വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നോക്കി ഒഴിക്കണേ, ആവശ്യത്തിന് ഒഴിക്കാവൂ. കൂടുതലായ ബുദ്ധിമുട്ടാണ്. കുറഞ്ഞു പോയാൽ വേണമെങ്കിൽ പിന്നെയും ഒഴിക്കാം. അപ്പോൾ അതാ കണ്ടോ, കോല് വെച്ചിട്ടാകുമ്പോൾ പെട്ടെന്ന് കുഴച്ചെടുക്കാനും പറ്റും, കൈമേൽ അധികം ഒട്ടിപ്പിടിക്കുകയില്ല. ഇനി ഇത് നല്ലോണം ഒന്ന് കുഴച്ച് ഉരുട്ടിയെടുക്കാം. കണ്ടോ, ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഒരു ഇത്തിരി വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഒരു ഓയിലാക്കിയിട്ട് നല്ലോണം ഒന്ന് എല്ലാ ഭാഗത്തും തടവി കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് 10-15 മിനിറ്റ് അവിടെ നിൽക്കട്ടെ. അപ്പോഴത്തേക്ക് നമ്മൾ മസാല ഉണ്ടാക്കണ്ടേ. അപ്പം മസാലേൻ്റെ സാധനങ്ങൾ എന്തെല്ലാം നോക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 300 ഗ്രാം ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തോലർന്ന് വെച്ചിട്ടുണ്ട്. അത് നല്ലോണം ഗ്രേറ്റ് ചെയ്ത് കൊടുക്കാം. ഗ്രേറ്റ് ചെയ്ത് കൊടുത്താൽ പൊടിയൊന്നും ഉണ്ടാവില്ല, അതിൽ കട്ടയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിലേക്ക് ഇനി ചേർക്കുന്നത് 1/4 കപ്പ് വലിയുള്ളി പൊടിയായിട്ട് അരിഞ്ഞതും, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും, പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ചാട്ട് മസാലയാണ്. അത് നല്ലൊരു മണമായിരിക്കും, അതെന്തായാലും ചേർക്കണം കേട്ടോ. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയിലയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. നല്ലോണം കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കയ്യിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഉരുട്ടിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് കയ്യിലടിയിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കാം. എണ്ണ തടവിയിട്ടാകുമ്പോൾ ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കൂല, ഇല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് ഒട്ടിപ്പിടിക്കും കേട്ടോ. അപ്പോൾ അതാണ്ട ഈ ഒരു ഓവൽ ഷേപ്പിൽ നമ്മളിങ്ങനെ ഉരുട്ടിയെടുക്കേണ്ടത്. അപ്പോൾ 2-3 നിങ്ങൾ കുഴച്ച് ഉരുട്ടി കഴിയുമ്പോൾ പിന്നെയും നമ്മൾ ഉരുളക്കിഴങ്ങ് എടുക്കുമ്പോൾ എണ്ണയില്ലെങ്കിൽ അപ്പോൾ കൈമേൽ ഒട്ടിപ്പിടിക്കും. അതിനാണ് അങ്ങനെ 2-3 ഉരുട്ടി കഴിഞ്ഞാൽ പിന്നെയും കുറച്ചുകൂടി വെളിച്ചെണ്ണയോ ഓയിൽ എന്തെണ്ണയായാലും കുറച്ചൊന്ന് കയ്യിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് എല്ലാം നമുക്കതുപോലെ ഉരുട്ടിയെടുക്കാം. കണ്ടോ, നല്ല ഉരുട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മൈദ നല്ലോണം ടേബിൾ ടോപ്പിൽ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് നല്ലോണം തേച്ച് കുഴച്ചെടുക്കാം കേട്ടോ. കുഴച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒരേ വലിപ്പത്തിലൊന്ന് ഇങ്ങനെ നീളത്തിലാക്കി എടുത്തതിന് ശേഷം നടുവിലൂടെ ഒരു മുറി, പിന്നെ ഇതിൻ്റെ നേർപകുതി, അങ്ങനെ 2 കഷ്ണം ഇപ്പുറത്തും ആക്കുക, ഇങ്ങേപ്പുറത്ത് 2 കഷ്ണം ആക്കുക. എന്നിട്ട് ബാക്കി 3 എടുത്ത് നമുക്ക് മാറ്റി വെക്കാം. 1 മാത്രം എടുത്തിട്ട് നല്ലോണം ഇങ്ങനെ ഉരുട്ടി നമുക്ക് എല്ലാം ഇതേപോലെ ഉരുട്ടിയിട്ട് മാറ്റി വെക്കാം. അതിന് ശേഷം ഒറ്റൊന്നെടുത്ത് നല്ലോണം ഒന്ന് പരത്തിയെടുത്ത് മാക്സിമം പരത്തിക്കാം കേട്ടോ. ഒരുപാടങ്ങ് നിറങ്ങനെ ആയിപ്പോണ്ട, ഒത്ത പോലെ. എന്നിട്ട് എൻ്റെ കയ്യിൽ ഇത് മാക്സിമം വലിപ്പമുള്ളത് ഇത് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഈ ഷേപ്പ് കുറച്ച് കുറഞ്ഞു പോയി വലിപ്പം. നിങ്ങളടുത്ത് വലുതുണ്ടെങ്കിൽ വലുതെടുത്തോളി, അതാ നല്ലത്. അതാകുമ്പോൾ നിങ്ങൾക്ക് വലിങ്ങനെ മസാലകളൊന്നും പുറത്ത് വരില്ല. ഇനി ഇത് നടുവ് കൂടി ഇങ്ങനെ മുറിക്കാം. നിങ്ങൾക്ക് മുറിക്കുമ്പോൾ കൈ വറക്കുന്ന പോലെല്ലാം ഉണ്ടെങ്കിൽ സ്കെയിൽ വെച്ച് മുറിച്ചോ കേട്ടോ. സ്കെയിൽ വെച്ചിട്ട് മുറിക്കുമ്പോൾ എളുപ്പത്തിൽ കഴിയുന്നുണ്ട്. ഞാനിത് ഇതിലെങ്ങും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുമല്ലോ, ആദ്യമെല്ലാം ഇങ്ങനെ വളഞ്ഞും പൊളഞ്ഞെല്ലാം പോക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഒരുവിധം ഷേപ്പായി വരുന്നുണ്ട്. ഇനി ഇത് നമ്മളെ 2 സ്പൂൺ മൈദ ഞാനിങ്ങനെ വെള്ളം ഒഴിച്ച് കലക്കി വെച്ചിട്ടുണ്ട്. അതിങ്ങനെ ഇതിൻ്റെ മുകളിൽ ഈ അറ്റത്തിങ്ങനെ തൊട്ട് കൊടുക്കുക. കാരണം നമ്മൾ ഉരുട്ടിയിട്ട് ഒട്ടിക്കുമ്പോൾ ഒട്ടാൻ വേണ്ടിയിട്ടായത് അതൊരു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ മസാല വെച്ച് കൊടുക്കും. എല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം ഒരു മുട്ട തന്നെ
4 കഷ്ണയിലാക്കാം കേട്ടോ, 4 5 കഷ്ണം നിങ്ങൾക്ക് നിങ്ങൾ സൗകര്യത്തിനനുസരിച്ച് 5 കഷ്ണമാക്കിയിട്ട് ഇതുപോലെ വെച്ചിട്ട് നല്ലോണം ഒന്ന് തിരച്ചു കൊടുക്കുക. പായ് ചുരുട്ടുന്ന പോലെ ചുരുട്ടി കണ്ടോ, പകുതിയും പുറത്താണുള്ളത്. അപ്പോൾ ഇത് മാക്സിമം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ച് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, അതവിടെ നിന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. നമുക്ക് അവസാനം റെഡിയാക്കാം. അതവിടെ നിന്നോട്ടെ. ഇത് മുട്ടയും കൂടി വെക്കുമ്പോൾ ഇത് മാവ് കുറച്ച് ചെറുതായി പോയതുകൊണ്ടാണ് കേട്ടോ. എൻ്റെ വരേൻ്റെ ഷേപ്പ് ശരിയില്ലാത്തതുകൊണ്ടാ ഇത് ഏകദേശം മൂടീന്, മറ്റേതങ്ങനെ മൂടാൻ പറ്റിയിട്ടില്ല. എല്ലാം ഇതേപോലെ മാറ്റി വെക്കാം. ഇനി നമുക്ക് അതേ ഒരു ഉരുള എടുത്തിട്ട് ഞാൻ ഇതേപോലെ പരത്തി വെച്ചതായത് അതും ഇതേപോലെ തന്നെ മുറിച്ചിട്ട് നമുക്കിനി വെറും ഉരുളക്കിഴങ്ങ് മാത്രം ഇട്ടിട്ടുണ്ടാക്കണ്ടേ, അതൊന്ന് റെഡിയാക്കി എടുക്കാം. ഇനി ഇതും ഇതുപോലെ തന്നെ ഒന്ന് മുറിച്ച് കൊടുക്കാം. മുറിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് മൈദ അതേപോലെ തന്നെ തടവിയിട്ട് നമുക്കിത് ഇതേപോലെ ഉരുട്ടിയെടുക്കാം. കണ്ടോ, അത് നല്ലോണം ഒട്ടിയട നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മസാല കുറവായതുകൊണ്ട് നല്ലോണം നിൽക്കുന്നുണ്ട്. നോൺ വെജിൻ്റെ അത് മുട്ടയും കൂടി വരുമ്പോഴത്തേക്കാണ് കുറച്ച് വലിയതുപോലെ തോന്നിയത്. ഇനി ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി എണ്ണ ചൂടാകുന്നുണ്ട്. ആദ്യം ഒരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിക്കുക കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ആദ്യം ഞാൻ വെജിറ്റേറിയനാണേ ആക്കുന്നത്, അപ്പോൾ അത് നല്ലോണം ഈ മൈദയിൽ തന്നെ മുക്കിയിട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആ മസാല അതിൻ്റെ ഉള്ളിൽ അങ്ങ് കോട്ടായി നിന്നോളും. മൈദ കൊണ്ട് കോട്ടായിട്ട് പുറത്തൊന്നും വരില്ല. ഒന്ന് കുറച്ച് നേരം അങ്ങനെ വിട്ടേക്കുക. അതിന് ശേഷം ഒന്ന് കരണ്ടി എടുത്ത് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. അല്ലെ ആ മൈദ ചെറുതായിട്ട് മൈദ ഒട്ടിപ്പോയിട്ടുണ്ടെങ്കിലോ, അപ്പോൾ ഒട്ടാത്ത വിധത്തിൽ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ ലോ ഫ്ലെയിമിൽ തന്നെ ഇടണേ. പിന്നെ ആദ്യം ഹൈ ഫ്ലെയിമിലും പിന്നെ ലോ ഫ്ലെയിമിലും നല്ലോണം മൂത്തതിന് ശേഷം കോരി മാറ്റാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത് നല്ല ഭംഗിയാണ് കാണാൻ. സോസ് കൂട്ടിയിട്ട് വേണമെങ്കിൽ കഴിക്കാം. ഇനി അതല്ല വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇത് വെജിറ്റേറിയനാണ്, കണ്ടോ, നല്ല ഭംഗിയില്ല കാണാൻ, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കണം എന്തായാലും. കണ്ടോ, മുട്ട വെച്ചത് അതും നല്ല ടേസ്റ്റ് തന്നെയാണ്. എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച വേറൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ താങ്ക് യു.